സ്കീമിൻ്റെ കീഴിലുള്ള ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി അതുപോലുള്ള മറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ 2ാം റൗണ്ട് അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി കൂടാതെ അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ്, വെറ്റിനറി, കോർപ്പറേഷൻ ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച്, എൻവയോൺമെൻറ്റൽ സയൻസ്, ബിടെക് ബയോടെക്നോളജി ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2nd റൗണ്ട് അലോട്ട്മെൻറ്റാണ്. അപ്പോൾ ഇത് 4-ാം തീയതി ഇതിൻ്റെ ഒരു പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരുന്നു. അതിനുശേഷം കിട്ടിയ പരാതികളൊക്കെ പരിഗണിച്ച ശേഷമാണ് ഫൈനൽ അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്. ഈ അലോട്ട്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികളുടെ ഹോം പേജിൽ കിട്ടും. ആ ഹോം പേജിൽ കുട്ടികൾ അവരുടെ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കണം. ആ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കുട്ടിയുടെ പേരുണ്ടാവും, റോൾ നമ്പർ ഉണ്ടാവും, അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ്, അലോട്ട്മെൻറ്റ് കിട്ടിയ കാറ്റഗറി, ഫീസ് എന്നൊക്കെ ഇത് അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഈ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ ഡീറ്റെയിൽ ഓൾറെഡി നമ്മൾ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തതാണ്. സെയിം പ്രൊസീജിയറാണ് ഇവിടെയും. അപ്പോൾ അത് മനസ്സിലാവാത്തവർക്ക് വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കാം. ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ അവരുടെ മെമ്മോ എടുക്കുന്നത് കൂടാതെ ആ ഹോം പേജിൽ നിന്ന് ഡേറ്റാ ഷീറ്റ് കൂടി പ്രിൻ്റ് ഔട്ട് എടുക്കണം. ഈ പ്രവേശനം നേടുന്ന കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ ഈ ഡേറ്റാ ഷീറ്റും അലോട്ട്മെൻറ്റ് മെമ്മോയും പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന രേഖകളും, ഈ രേഖകൾ ഏതാണെന്ന് അറിയാൻ വേണ്ടി എല്ലാ റൗണ്ടുകളുടെയും അല്ലെങ്കിൽ എല്ലാ കോഴ്സുകളുടെയും ആദ്യ റൗണ്ട് അലോട്ട്മെൻറ്റിൽ തന്നെ ഞാൻ ഏതൊക്കെയാണ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് ഏതൊക്കെയാണെന്ന് മനസ്സിലാവും. ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ മെമ്മോയിൽ കാണിച്ചിരിക്കുന്ന ഫീസും അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ അടയ്ക്കണം. അതിൻ്റെ ഈ ഫീസും അടച്ച് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് ഒക്ടോബർ 9-ാം തീയതി വൈകിട്ട് 4 മണിക്കുള്ളിൽ കോളേജിൽ ഹാജരാവണം, കോളേജിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 9-ാം തീയതിയാണ്, 4 മണി വരെയാണ്. ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയ SC അല്ലെങ്കിൽ ST, OEC കാൻഡിഡേറ്റ് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ടോക്കൺ ഫീ അടയ്ക്കേണ്ടതില്ല. അപ്പോൾ അവരുടെ ആ ടോക്കൺ ഫീയുടെ സ്ഥാനത്ത് നില്ലെന്ന് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ ടോക്കൺ ഫീ അടയ്ക്കേണ്ടതില്ല, ബട്ട് ബാക്കി പ്രൊസീജിയറൊക്കെ ചെയ്യണം. അതേപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജിലെ 2024-25 വർഷത്തെ ഫീസ് കൺഫേം ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് 23-24 ഫീസ് അടയ്ക്കുക. ഫീസ് കൺഫേം ആവുന്ന മുറയ്ക്ക് നിങ്ങൾ ബാക്കി ഫീ അടച്ചാൽ മതിയാവും. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികളിൽ നിശ്ചിത സമയത്ത്, അതായത് 9-ാം തീയതി 4 മണിക്ക് മുമ്പ് ജോയിൻ ചെയ്തില്ലെങ്കിൽ ആ കിട്ടിയ അലോട്ട്മെൻറ്റും പോവും, ആ സ്ട്രീമിലെ ഹയർ ഓപ്ഷൻസും പോവും. അതായത് നിങ്ങൾ 2nd റൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് എടുത്തില്ലെങ്കിൽ ആ സീറ്റ് പോവും. മുൻ റൗണ്ടിൽ ഏതെങ്കിലും സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ അതും പോവും. അതായത് ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഹോമിയോ കിട്ടിയിരുന്നു എന്ന് വിചാരിക്കാം, 2nd റൗണ്ടിൽ ആയുർവേദം കിട്ടിയെന്ന് വിചാരിക്കുക. അത് നിങ്ങൾ എടുത്തില്ലെങ്കിൽ ആ കിട്ടിയ ആയുർവേദവും പോവും, കഴിഞ്ഞ ഹോമിയോയും പോവും. ഓക്കെ, ഇത് മാത്രമല്ല ആ സ്ട്രീമിൽ, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ ഹോമിയോ, ആയുർവേദം, സിദ്ധ, യുനാനി നമ്മൾ മേലെ വായിച്ച ലിസ്റ്റ് ഉണ്ടല്ലോ, ആ ലിസ്റ്റിലെ ഏതെങ്കിലുമൊക്കെ കോഴ്സ് നിങ്ങളുടെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇതെല്ലാം നഷ്ടപ്പെടും. അതായത് അടുത്ത റൗണ്ടിൽ നിങ്ങളെ പരിഗണിക്കില്ല, 3ാമത്തെ റൗണ്ടിൽ നിങ്ങളെ പരിഗണിക്കില്ല. അപ്പോൾ അതും ശ്രദ്ധിക്കുക. ഇനി ജോയിൻ ചെയ്യുന്നവർക്ക് 3rd റൗണ്ടിൻ്റെ പ്രൊസീജിയർ വന്നിട്ടില്ല, വരുന്ന മുറയ്ക്ക് ഞാനത് കമ്മ്യൂണിറ്റിയിൽ അപ്ലോഡ് ചെയ്യാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അപ്ഡേറ്റുകളും, കോമൺ ഡൗട്ടുകളുടെ ആൻസറും ഒക്കെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ പീരിയോഡിക്കലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.